തൃപ്രയാറിൽ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ നാട് വിട നൽകി. മാസത്തിൽ കുറഞ്ഞ ദിവസം മാത്രം ഗോവിന്ദാപുരത്തുണ്ടാകുമായിരുന്ന തൊഴിലാളികൾ സ്ഥിരം റോഡരികിൽ അഭയം തേടിയിരുന്നവരെന്ന് അയൽവാസികൾ പറയുന്നു. സ്വന്തമായി ഒരു കൂരയെന്ന സ്വപ്നം ബാക്കിയാക്കി 2 കുരുന്നുകളടക്കം 5 പേർ ഇന്നലെ മരണത്തിന് കീഴടങ്ങി. ഗോവിന്ദാപുരം ചെമ്മണംതോട് കോളനിയിലേക്ക് പോയാൽ 30ഓളം കുടുംബങ്ങളെ കാണാം. സർക്കാർ ഭൂമിയിൽ ഇന്നല്ലെങ്കിൽ നാളെ വീടൊരുങ്ങുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവർ. തൃപ്രയാറിൽ 5 ദിവസത്തെ കൂടി ജോലി പൂർത്തിയാക്കി ഗോവിന്ദാപുരത്തേക്ക് ഓടിയെത്താൻ ആഗ്രഹിച്ചവർ. പക്ഷേ മദ്യലഹരി തലയ്ക്കു പിടിച്ച 2 പേരുടെ അശ്രദ്ധ 5 ജീവനുകൾ കവർന്നെടുത്തു. 4 വഴിക്കാരാണ് ആദ്യം വന്നിട്ട് പിന്നെ അവർ അതിന് ശേഷമാണ് ഇവരിൻ്റെ ഫാമിലികളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നവരിനെയൊക്കെ വിളിച്ച് പിന്നെ എല്ലാ ഫാമിലി ഇവിടെയായി. ഒക്കെ ഒരു വീട്ടിൽ 4-5 പേരും ഉണ്ടാകും. പിന്നെ കുറച്ച് പേര് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് വരും. അങ്ങനെ 10 ദിവസം കൂടുമ്പോൾ വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കും, പിന്നെ പോകും. അങ്ങനെ സ്വന്തമായൊരു കൂര എന്ന സ്വപ്നം കോളനിയിൽ ഓരോരുത്തർക്കുമുണ്ട്. ആ സ്വപ്നം ബാക്കിയാക്കിയാണ് 5 പേരും മടങ്ങിയത്. അത് ഗവൺമെൻറ്റിൻ്റെയാണ്. അതിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അവിടെ അവരുടെ പേരിലാണ് അത് ഉണ്ടായത്. അതിന് 4500 രൂപ വെച്ച് വാങ്ങിയിട്ട് 30 വീടുകൾക്ക് സ്ഥലം കൊടുത്തു. ആ 30 വീടുകാരും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കോൺട്രാക്ടർ ഇട്ടിട്ട് പോയി. അതിനുശേഷം അതിൽ ആളില്ലാണ്ടായി. ആ ആളില്ലാണ്ടായപ്പോൾ കിട്ടിയവർ വന്നിരിക്കലാണ്. അങ്ങനെയാണ് ആ കോളനിയുടെ ഇത്. ഇന്നലെ മീൻകര ഡാമിന് സമീപത്തെ പൊതുശ്മശാനത്തിൽ 5 പേർക്കും ഒരുമിച്ച് കുഴിമാടങ്ങൾ ഒരുങ്ങി. അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ഡാം പരിസരം സാക്ഷ്യം വഹിച്ചത്. പാലക്കാട്.